ഞാൻ പണിയെടുത്ത പൈസ നിങ്ങളോട് ചോദിച്ചിട്ടു. ചെറിയൊരു വയറ് മാറ്റാനേ ഉള്ളൂ, നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞു? ശരി, എന്നാ നിങ്ങൾ ഇങ്ങോട്ട് മാറ്റി കൂടെ ഇരുന്നോ? ഞങ്ങൾക്ക് പണി അറിയിച്ച ഞങ്ങളെ പണിക്ക് വിളിക്കായിരുന്നോ? ആ ശരിയായിട്ടാ. ആകെ ഒരു വയറ് നന്നാക്കിയനെ ഇയാൾ 300 രൂപ പണിക്കൂലി ചോദിക്കുന്നത്. ആളെ പറ്റിക്ക. അയ്യോ അത് വേണ്ട, ഒരു 500 രൂപ ചേട്ടൻ കയ്യിൽ വെച്ചോ, കുഴപ്പമില്ല. വേണ്ട, എനിക്ക് എന്തായാലും ഞാൻ പണിയെടുത്ത പൈസ. അല്ല രാവിലെ ഒരുപാട് ബുദ്ധിമുട്ട്. വേണ്ട, എന്നാ ശരിയാവില്ല. ശരി, നിങ്ങളിത് എന്ത് ഭാവിച്ചാ? ഒന്നാമതേ അയാൾ ചോദിച്ച കൂലി കൂടുതൽ, പോരാത്തതിന് നിങ്ങളെ വക കൂട്ടിയും കൊടുത്തു. അയാൾക്ക് ഏകദേശം എത്ര പ്രായം ഉണ്ടാവും? എനിക്കറിയില്ല, ഒരു 50 വയസ്സൊക്കെ ഉണ്ടാവും. 4-5 വർഷത്തെ കോഴ്സും കഴിഞ്ഞ് ഓരോ ചെറിയ കമ്പനിയിൽ ജോലി ചെയ്തിട്ട് അതിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാ ഞാനിപ്പോ ഇത്രയും നല്ലൊരു കമ്പനിയിൽ ഇത്രയും സാലറിയിൽ ജോലി ചെയ്യുന്നത്. അതുപോലെയാണോ ഇത്? അതുപോലെ തന്നെയാണ്. അയാൾ ഒരു 18 വയസ്സിൽ ഈ പണി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ഏകദേശം ഒരു 30 വർഷത്തെ എക്സ്പീരിയൻസ് ആയില്ലേ? അയാളുടെ കൂലി എന്ന് പറയുന്നത് അയാളുടെ എക്സ്പീരിയൻസിന്റെ കൂടിയാ. ഓരോ ജോലിക്കും അതിന്റേതായ വിലയും കൂലിയും മഹത്വമുണ്ട്. അത് നമ്മൾ മാനിക്കണം. വളരെ വളരെ നല്ലൊരു ക്രിയേഷൻ കേട്ടോ. കാരണം ലൈറ്റായിട്ട് ആ കാര്യം ഒന്ന് ക്ലാരിഫൈ ചെയ്തു എന്നുള്ളതാണ്. ഏത് ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മാന്യതയുണ്ട്. അതിനപ്പുറം അവർ ചെയ്യുന്ന ജോലിക്ക് അതിൻ്റെതായിട്ടുള്ള മാന്യമായ ശമ്പളം അവർക്ക് കിട്ടുകയും വേണം.